ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് പെപ്പർ ലിവർ ഫ്രൈ ആയാലോ. അതിലേക്ക് ആവശ്യമായിട്ട് 250 ഗ്രാം ലിവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലതുപോലെ തിരുമ്മി വേവിച്ചെടുക്കണം. ശേഷം ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 2 മീഡിയം സൈസുള്ള സബോള കൊത്തി അരിഞ്ഞ് അതും കൂടെ നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഈ ലിവർ നല്ലതുപോലെ വരട്ടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതിൽ നിറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ച് നല്ല പെരട്ടി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. എരിവ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ലിവർ പെപ്പർ ഫ്രൈ ആണല്ലോ, അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി നല്ലപോലെ വേണം. കുരുമുളക് പൊടി എത്ര ഇഷ്ടമാണോ അത്രയ്ക്കും ചേർക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ലിവറും ചിക്കൻ പാർട്സൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ വറ്റിച്ച് അതിന് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നല്ല വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് പെപ്പർ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.